വിശ്വാസത്തിന് നേരെയുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ കടന്നുകയറ്റത്തിനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൽ സംഘടിപ്പിക്കുന്ന വിശ്വാസ ജനസഭ ആരംഭിച്ചു. ഇപ്പോൾ പി കെ കൃഷ്ണദാസ് സംസാരിക്കുന്നു. തത്സമയം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവർ വിശ്വാസത്തിനെതിരെ, വിശ്വാസികൾക്കെതിരെ പാർട്ടിക്ക് അഭിമാനത്തോടുകൂടി മാലയണിഞ്ഞുകൊണ്ട്, മാലയിട്ടുകൊണ്ട് 41 ദിവസത്തെ വ്രതമെടുത്ത് ഒരു പാർട്ടി സഖാവിനും ശബരിമലയിൽ പോകാൻ പ്രിയമുള്ളവരെ അനുവാദമില്ല. പിന്നെയോ ഇപ്പൊ ചെയ്യുന്നത്, തലയിൽ മുണ്ടൂട്ടിട്ടാണ് പല ആൾക്കാരും ഇപ്പോ ഈ CPM നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ശബരിമലയിൽ പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചത്, ഇവർ വിശ്വാസത്തിനെതിരാണ്, ഇവർ വിശ്വാസികൾക്കെതിരാണ്. അതുകൊണ്ടാണ് ശബരിമലയിൽ നട തുറക്കുന്ന സമയത്ത് കൈകൂപ്പി നിൽക്കുന്ന മന്ത്രിയെയാണ് നമ്മൾ കണ്ടത്. കൈയും കെട്ടി നിൽക്കുന്ന മന്ത്രിയെയാണ് നമുക്ക് ദർശിക്കാൻ സാധിച്ചത്. അത് വാസവനായാലും അത് കടകംപള്ളി സുരേന്ദ്രനായാലും ഒന്ന് കൈകൂപ്പാൻ അവർക്ക് മനസ്സില്ല. ഞാൻ ചോദിക്കേണ്ട, ദൈവത്തിന് മുന്നിൽ, ശബരിമല ധർമ്മശാസ്താവിന് മുന്നിൽ കൈകൂപ്പാൻ മനസ്സില്ലാത്ത ഈ ഏമാനന്മാർ എന്തിനാണ് ദേവസ്വത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്? അന്തസ്സോടും അഭിമാനത്തോടും കൂടി പറയാൻ പറ്റില്ലേ, ഞങ്ങൾക്ക് ശബരിമലയിലും വിശ്വാസമില്ല, ഞങ്ങൾ ദൈവത്തിലും വിശ്വാസമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ദേവസ്വം വേണ്ട? ഇല്ല, അങ്ങനെയില്ല. എന്താ കാരണം? അയ്യപ്പനിൽ വിശ്വാസമില്ല, അയ്യപ്പ വിശ്വാസികളോടും താല്പര്യമില്ല, പക്ഷേ ശബരിമലയിലെ സ്വർണത്തോട് വിശ്വാസമുണ്ട്. ശബരിമലയിലെ സ്വർണത്തോട് വിശ്വാസമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്ക്, 6 മാസമായി ശബരിമല സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് വാർത്ത വന്നിട്ട് എത്ര കിലോഗ്രാം സ്വർണമാണ് ഇവർ കൊള്ളയടിച്ചത്? ധർമ്മശാസ്ത്ര അയ്യപ്പന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ കൈ കൂപ്പി നിൽക്കാൻ തയ്യാറാകാത്ത, കൈയും കെട്ടിരുന്ന മന്ത്രിമംഗളന്മാരാണ് ശബരിമലയിലെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണ്ണങ്ങൾ കവർച്ച ചെയ്യാൻ കൂട്ടുന്നത്. ഞാൻ ചോദിക്കാൻ നോക്കുമ്പോൾ വിചിത്രം. എത്ര ആദ്യം പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. തെളിവുകളൊന്നായി പുറത്തു വന്നപ്പോ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇപ്പൊ എത്ര കിലോ സ്വർണം മോഷ്ടിക്കപ്പെട്ടത് എന്ന്, കൊള്ളയടിച്ചത് എന്നുള്ള കണക്ക് മൊത്തമായി പുറത്തു വന്നിട്ടില്ല. ഞാൻ സൂചിപ്പിക്കുന്ന എത്ര കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് മോഷ്ടിച്ചത്. ദ്വാരപാലക ശില്പത്തിന്റെ കാര്യത്തിലായാലും ശരി, അത് കട്ടിലപ്പാളിയുടെ കാര്യത്തിലായാലും അതേതിന്റെ കാര്യത്തിലായാലും ശരി, ഇപ്പൊ 450 കിലോ, 550 കിലോ, 1000 കിലോ എന്നൊക്കെ വരുമെന്നാ പറയുന്നത്. മാത്രമല്ല, ഈ കട്ടിലപ്പാളിയുടെയും ദ്വാരപാലക ശില്പത്തിന്റെയും മാത്രമല്ല, ഇപ്പൊ പറയുന്നത് അവിടുത്തെ കൊടിമര നിർമ്മാണത്തിന്, കൊടിമരത്തിന് പോലും ഇവർ കൊള്ളയടിച്ചു എന്ന. കൊടിമര നിർമ്മാണത്തിന് നോക്കണം നിങ്ങൾ. അതിലാരൊക്കെ ഇപ്പൊ 2 പേര് അറസ്റ്റ് ചെയ്തവരാരാ? CPM-ന്റെ, നമ്മുടെ സൂര്യന്റെ ജില്ലയിലെ CPM നേതാവായിട്ടുള്ള പത്മകുമാർ, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറാ അകത്ത. അതുപോലെ തന്നെ മറ്റൊരു വാസു അകത്ത. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്ക്, നേരിട്ട് എല്ലാ തെളിവുകളും അടിസ്ഥാനത്തിൽ ജയിലടക്കപ്പെട്ട ഈ 2 പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ട് ഇതുവരെ CPM ഒരൊറ്റടക്ക നടപടിയെടുത്തില്ല. ഒരു ലോക്കൽ കമ്മിറ്റിയിലേക്കും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കും തരം താഴ്ത്തിയില്ല. അതിന്റെ അർത്ഥം എന്താ? പാർട്ടിയുടെ അറിവോടും അനുമാനത്തോടും കൂടിയാണ് ശബരിമലയിലെ സ്വർണം CPM നേതൃത്വം കൊള്ളയടിച്ചത് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമല്ലേ? വിശ്വാസത്തിന് നേരെയുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ കടന്നുകയറ്റത്തിനെതിരെയാണ് BJPയുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൽ വിശ്വാസ ജനസഭ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ ജനസഭ പുരോഗമിക്കുകയാണ്. പി കെ കൃഷ്ണദാസ് സംസാരിക്കുകയാണ്, രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ തുടങ്ങിയവരൊക്കെയും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്.